ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ കേന്ദ്രമന്ത്രി പലതവണ മുനമ്പം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇന്ന് മുനമ്പത്ത് നന്ദി മോദി പരിപാടിയുമായി എത്തും മുൻപ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനൊപ്പം കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുനമ്പം പ്രശ്നം വഖഫ് ബില്ലിലെ ഏത് ഭേദഗതിയിലൂടെയാണ് പരിഹരിക്കുക എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് വന്നപ്പോൾ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ആ സത്യം. മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയിലൂടെ ഒരു പരിഹാരമില്ല. മുനമ്പത്തെ ജനം നിയമ പോരാട്ടം തുടരേണ്ടി വരും. നിയമവഴിയിലൂടെ മാത്രമേ പരിഹാരമുള്ളൂ അത്രേ. ഇതല്ലേ മന്ത്രി കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പറഞ്ഞത്? ഇത് പറയാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. മുനമ്പത്ത് സമരമിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് വഖഫ് ഭേദഗതിയെ മുനമ്പവുമായി ബന്ധപ്പെടുത്തിയ BJP അതിബുദ്ധി പൊളിഞ്ഞുവെന്നതിന്റെ സൂചനയല്ലേ റിജിജുവിന്റെ വാക്കുകൾ? വഖഫ് ഭേദഗതിയെ മുനമ്പം മുന്നിൽ കണ്ട് അതിവേഗം പിന്തുണച്ച സഭാ നേതൃത്വത്തിനും കണ്ണു തുറന്നിട്ടുണ്ടോ? വഖഫിൽ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പരിഹസിക്കുന്ന BJP നേതൃത്വം വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കണ്ടതിലെ രാഷ്ട്രീയത്തെ എന്ത് പേരിട്ട് വിളിക്കണം? പ്ലാൻ മുനമ്പം വ്യക്തമോ എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, ഷാജി രാഘവൻ BJP പ്രതിനിധി, ജോസഫ് റോക്കി മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ മുഹമ്മദ് ഷാ, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം മുനമ്പത്തെത്തിയിരിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ പ്രതികരണമാണോ താങ്കൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്? കാരണം മുനമ്പം ഇപ്പോൾ നിയമ വഴിയിലാണ്, അത് കോടതിയിലാണ്. അപ്പോൾ കോടതിയിലൂടെയാണ് പരിഹാരമെന്ന് പറയുന്നു. അപ്പോൾ കോടതിയിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തിൽ എന്തുറപ്പാണ് ഇന്നിപ്പോൾ നന്ദി മോദി എന്ന പരിപാടിയിലൂടെ റിജിജു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആദ്യത്തെ സ്റ്റേജ് മുതൽ പറയുന്നത് BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളറൈസേഷൻ്റെ രാഷ്ട്രീയമാണ്. മതപരമായ വേർതിരിവ് ക്രിയേറ്റ് ചെയ്യുക, അതിന് അപകടകരമായ സാഹചര്യം സമൂഹത്തിലുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടി ചെയ്തു തന്നെയാണിതിൽ. അത് ആ കാര്യത്തിൽ അവർ കുറച്ചൊക്കെ സക്സസ്ഫുള്ളായിട്ട് കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വ്യക്തമായി തന്നെ ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ തന്നെ ഈ ബില്ല് വന്നതിന് ശേഷവും ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുമൊക്കെ വ്യക്തമായി നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇത് ഒരു വൺ ഷോട്ട് സൊല്യൂഷനൊന്നും അതിനകത്തില്ല. അങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അത് പറയുമ്പോൾ തന്നെ പല ആളുകളും തന്നെ മുറി വൈദ്യന്മാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ പറയുന്നത് പോലെ ഒരു പ്രചരണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഒന്നുമില്ല, നാളെ രാവിലെ പോയി നിങ്ങൾ കരവടച്ചോടും, അതിന് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പാവം ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ്. പല സ്റ്റേജിലും നമ്മളൊക്കെ പറഞ്ഞു മുനമ്പത്തൊരു പരിഹാരമുണ്ട്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുകയും ചെയ്യും. അതിന് വേണ്ടത് കേരള സർക്കാരും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷൻസുമൊക്കെ ആ പരിഹാരത്തോട് സഹകരിക്കുക എന്നത് മാത്രമാണ്. മുനമ്പത്ത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ടൈറ്റിൽ ഡീഡ് പ്രകാരം ഹോൾഡ് ചെയ്യുന്ന ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ്. ആ ഫറൂഖ് കോളേജ് തന്നെ പറയുകയാണ് അത് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നു. മുനമ്പത്തെ ബാക്കി ആളുകളുമൊക്കെ ജനങ്ങളുമൊക്കെ മറ്റ് മത സംഘടനകളും എല്ലാവരും മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ ആ റൈറ്റ് തിരിച്ചു കൊടുക്കണം, അവർക്കത് പൂർണ്ണമായും കിട്ടുന്ന രീതിയിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ലഭിക്കണം എന്ന വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിൽ അത് കോടതി ലീഗലി തന്നെ പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ്. അതൊരു കൺസെൻസസിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. അതുമല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തൊരു അനാസ്ഥ വന്നു എന്ന് പറയുന്നത് ചില ഡിലേ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കോടതിയിലൊരു സ്റ്റേ ഓർഡർ പോയി വാങ്ങി വെച്ചിരിക്കുന്നു. ഇതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ ഒരു വലിയ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങൾ എത്രയോ ദിവസങ്ങളായി സമരത്തിലിരിക്കുന്നു. അവരുടെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പരിഹരിക്കപ്പെടുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വികാരത്തോടെ ഇരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ പറഞ്ഞിരിക്കുന്നു ഇതാ ഞങ്ങൾ അമെൻഡ് ചെയ്ത് നാളെ തന്നെ തീർക്കും. എന്നിട്ട് അവർ തന്നെ കുറേ ആളുകളെ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് പറഞ്ഞു അമെൻമെൻറ്റിൻ്റെ വഴി വേറൊരു വഴിയുമില്ല, അമെൻമെൻറ്റ് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുകയും ഫൈനലി അമെൻമെൻറ്റ് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആ അമെൻമെൻറ്റിൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല,
അതിൻ്റെ നോൺ അബ്സ്റ്റൻഷൻ ക്ലോസിന് പരിമിതികളുണ്ട്. അതുപോലെ തന്നെ അത് ട്രസ്റ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ സൊസൈറ്റി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതിനപ്പുറം ലാർജർ ലീഗൽ ക്വസ്റ്റ്യൻസ് കയറി വന്നേക്കാം, ഒക്കെ പ്രോപ്പർട്ടി എന്ന കോൺസെപ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ലിറ്റിഗേഷൻസിലേക്ക് പിന്നെയും ലീഡ് ചെയ്യും. അത് വലിയ ലിറ്റിഗേഷൻസിലേക്ക്, അത്തരം കണ്ടൻഷൻസിൻ്റെ അപകടം വലിയ ലിറ്റിഗേഷൻസിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. ഇന്ന് അത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ ആവർത്തിക്കപ്പെട്ടത്. സുപ്രീം കോടതി വരെ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഒരു കൺസെൻസസിലോ ഏതെങ്കിലും രൂപത്തിലോ ട്രൈബ്യൂണലിൽ നിന്നൊരു വിധി ലഭിച്ചു കഴിഞ്ഞാൽ പുതിയ അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അതിൻ്റെ മേലെ അപ്പീൽ ഇപ്പോൾ തന്നെ ഒക്കെ ബോർഡ് ഇപ്പോൾ കോടതി കൊണ്ടുവന്ന് സ്റ്റേ മേടിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പലർക്കുമൊക്കെ വീണ്ടും അപ്പീൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നത് മുനമ്പംകാരെ സംബന്ധിച്ച് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോളറൈസേഷനൊക്കെ മാറ്റി നിൽക്കുക. അവർക്കൊരു മനുഷ്യാവകാശം എന്ന പേരിൽ അവർക്ക് കിട്ടിയ ടൈറ്റിൽ ഡീഡ്, അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ ഭൂമി കൊണ്ട് ഫറൂഖ് കോളേജ് മറ്റൊരു ഭൂമി വാങ്ങി അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഭൂമി വിട്ടുകൊടുക്കണം. ആ ഭൂമി അവരുടേതാണ്, പുനപ്പത്തെ ജനങ്ങളുടേതാണ്. അവരെ ഒരു തരത്തിലും കുടിയൊഴിപ്പിക്കരുത്, അവർക്ക് എല്ലാ റവന്യൂ റൈറ്റ്സും കൊടുക്കണം എന്നുള്ള വാദം ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ബദലായ സംസാരങ്ങളും അതിലൊന്നും ഒരു കഴമ്പുമില്ല. അതായത് പാർലമെൻറ്റിൽ സുരേഷ് ഗോപിയും മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇത് പരിഹരിക്കാൻ എന്ന സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ സെറ്റസൈഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് വന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു, കമ്മീഷന് മുന്നോട്ട് പോകാം. പക്ഷേ ആ സെറ്റസൈഡ് ചെയ്ത ഉത്തരവിനെ ഇവിടെ മറ്റ് പലരും വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസാണ്. ആ ഉത്തരവ് പൊക്കി കാണിച്ചുകൊണ്ട് അത് BJPയുടെയും സംഘപരിവാറിൻ്റെയും വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുക പാർലമെൻറ്റിൽ. എന്തിനാണ്? അതുപോലെ ആ ശ്രമം എന്തുമാകട്ടെ, ആ ശ്രമം പരിഹരിക്കാനുള്ള ശ്രമമാകുമ്പോൾ അതിനോടൊപ്പം എല്ലാവരും നിൽക്കട്ടെ. ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ ആ പരിഹരിക്കാനുള്ള അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ആ പരിഹാര മാർഗത്തിനോടൊപ്പം നിൽക്കുക എന്നായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെയും സംഘപരിവാർ ചെയ്ത ശ്രമം എന്താണ്? അപ്പോൾ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു പരിഹാര മാർഗം ട്രൈബ്യൂണലിലൂടെ അതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 97 സൂപ്പർവൈസറി അതോറിറ്റിയുള്ള ഒരു ബോഡി വന്നിട്ട് കോടതി പോയിട്ട് അത് സ്റ്റേ ചെയ്ത് മേടിക്കുക. അപ്പോൾ ഈ ഡിലേ ജനങ്ങളോട് കണ്ണിൽ പൊടിയിടുന്ന പണിയാണ്. BJP ചെയ്തതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്കെല്ലാം ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. അവർ സാധാരണ ജനങ്ങളാണ്. മാസത്തിൽ 20 ദിവസം കടലിലാണ് അവർ, 10 ദിവസം മാത്രമേ വീട്ടിലുള്ളൂ. അവർ അധ്വാനിച്ച അവരുടെ മുതൽ അവർക്ക് കിട്ടണം. കയ്യേറ്റക്കാരും അത്തരം കുഴപ്പക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് വ്യത്യസ്തമായി തന്നെ കാണാമെന്നേ ഈ പറഞ്ഞ ആളുകൾ. അതെ, ഞാൻ വരാം. ശ്രീ ഷാജി രാഘവൻ, നന്ദി മോദി എന്നൊരു പരിപാടിയാണല്ലോ നിങ്ങൾ മുനമ്പത്ത് സംഘടിപ്പിച്ചത്. എന്തിനുള്ള നന്ദി? അങ്ങനെ ഒരു നന്ദി പറയാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട്. പുതിയ നിയമ ഭേദഗതിയിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് മുനമ്പം പരിഹരിക്കപ്പെടുക എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിഹാരമില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാരണം ഇതിപ്പോൾ നിയമ വഴിയിലാണ്, കോടതിയിലൂടെ മാത്രമേ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന്. അത് പറയാൻ കേന്ദ്രമന്ത്രി ഇങ്ങോട്ട് വരേണ്ട സാഹചര്യമില്ല. നോക്കൂ, ഇപ്പോൾ സമരസമിതിയുടെ ഏറ്റവും പുതിയ പ്രതികരണം ലഭ്യമാവുകയാണ്. ഗുഡ് ന്യൂസ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായിട്ടില്ല. ഞങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മുനമ്പത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ആശങ്കകൾ എഴുതി നൽകിയിട്ടുണ്ട്. പരിഹാര പ്രഖ്യാപനം പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല എന്നാണ് ഇപ്പോൾ സമരസമിതിയിൽ നിന്നും വന്നിരിക്കുന്ന പ്രതികരണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നിട്ടില്ല. ശ്രീ ഷാജി രാഘവൻ, അല്ല, ഇന്ന് മുനമ്പം ഒരു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. എന്നെ അതിശയിപ്പിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ വിഷയം വളരെ ഗൗരവമായി ജനമധ്യത്തിൽ അവതരിപ്പിച്ച ചാനലുകളാണ്. ആ വിഷയത്തിന് വലിയൊരു പരിഹാരം പാർലമെൻറ്റിലൊരു ബില്ല് വഴി അല്ലെങ്കിൽ ബില്ലിലുണ്ടായിട്ടിരിക്കുന്ന അമെൻമെൻറ്റ് വഴി സാധ്യമാവുകയും ആ കാര്യം പറയാൻ വേണ്ടി കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി തന്നെ കേരളത്തിലെത്തി അവിടുത്തെ ജനങ്ങളെ കാണുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു വലിയ നന്ദി മോദി എന്നുള്ളത് പേരിട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ്. സ്മൃതി ഞാൻ വരാമെന്നേ. എൻ്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയൂ. കേരളത്തിൽ ഒരു ചാനൽ മാത്രമാണ്. നിങ്ങൾ വളരെ ഗൗരവമായി ജനമധ്യത്തിൽ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നല്ലോ, ഈ വിഷയമായിരുന്നല്ലോ, ഒരു സമരമായിരുന്നല്ലോ ഈ പറഞ്ഞ മുനമ്പത്ത് നടന്ന സമരം. ആ സമരത്തിൻ്റെ ഒരു കൺക്ലൂഷൻ വരുമ്പോൾ അത് ഇനി കൺക്ലൂഷൻ ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് അത് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. എന്തായാലും ആ പ്രോഗ്രാം ജനമധ്യത്തിൽ എത്തിക്കാനുള്ള ഒരു ബാധ്യത ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് അതിനുള്ള ഒരു അവകാശമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പം റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, ഒരു ചാനലും 1-2 ചാനൽ ഒഴിച്ചൊരു ചാനലും അത് കാണിക്കാൻ തയ്യാറായിട്ടില്ല.
പക്ഷേ സ്മൃതി മുനമ്പത്തെ അല്ല, താങ്കൾ എന്താണ് പറയുന്നത് ശ്രീ ഷാജി രാഘവൻ? അവിടെ കിരൺ റിജിജു സംസാരിച്ച പരിപാടിയും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വരാപ്പുഴ അതിരൂപതയെ പോയി കണ്ടതെല്ലാം എല്ലാ ദൃശ്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് താങ്കൾ പറഞ്ഞത്? എന്ത് തമസ്കരിച്ചു എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ കേട്ടിട്ടേ ഇല്ല. താങ്കൾ പറഞ്ഞോളൂ. ശരി. അല്ലല്ല വരാപ്പുഴ അതിരൂപത ബിഷപ്പിനെ കണ്ടതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി അവിടെ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. സ്മൃതി, ഒരു കാര്യം വ്യക്തമല്ലേ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വളച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമല്ലേ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ഏറ്റുപിടിക്കാൻ പോലും ബഹുമാന്യനായ മുഹമ്മദ് ഷാ തയ്യാറായില്ല, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി. കാരണം അദ്ദേഹത്തിന് പോലും ഒരു കാര്യത്തിൽ ബോധ്യം വന്നിരിക്കുന്നു, ഈ വിഷയം അവസാനിക്കാൻ പോകുന്നു. അദ്ദേഹം ശ്രമിച്ചത് ഒരു ട്രിബ്യൂണൽ ഉത്തരവ് വഴി ചിലപ്പോൾ ഇത് തീരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ തീർന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിയും സംഘപരിവാറും ശ്രമിക്കുന്നതെന്നുള്ളൊരു ആരോപണം മാത്രമേ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളൂ. പക്ഷെ സ്മൃതി അതിനൊക്കെ അപ്പുറത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അല്ലല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ കിരൺ റിജിജു പറഞ്ഞ വാക്കുകളാണ് താങ്കളൊന്ന് വിശദീകരിക്കേണ്ടത് ശ്രീ ഷാജി രാഘവൻ. അല്ലല്ല, മുനമ്പത്ത് നിയമ പോരാട്ടത്തിലൂടെ ജനത്തിന് നീതി ലഭിക്കുകയുള്ളൂ എന്ന് പറയാനൊരു കേന്ദ്രമന്ത്രി വരണ്ടല്ലോ. ഈ പറയുന്ന ഭേദഗതിയിലൂടെ മുനമ്പത്ത് പരിഹാരമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശദമാക്കുന്നത്. അത് ഇതിനകം തന്നെ കോടതിയിലാണ്. അപ്പോൾ കോടതിയിലൂടെ തന്നെ ട്രൈബ്യൂണലിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം എന്നൊരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ എന്തു പരിഹാരം, എന്ത് ഉത്സവാഘോഷം എന്നാണ് താങ്കൾ പറയുന്നത്? സമരസമിതിയുടെ പ്രതികരണമല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത്? ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചു പക്ഷേ ഉണ്ടായില്ല, നിരാശയാണെന്ന്. സ്മൃതി, കാര്യങ്ങൾ പറയാനും കേൾക്കാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടപെടലൊന്ന് അവസാനിപ്പിക്കൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്മൃതി, ഈ പറയുന്ന മുനമ്പം പള്ളിപ്പുറം കുഴിപ്പള്ളി വില്ലേജുകളിലാണ്, റവന്യൂർ ഈ 2 വില്ലേജുകളിലായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ ഈ കിരൺ റിജു ഇവിടെ വന്നത് ഈ 2 വില്ലേജ് ഓഫീസർമാരെ വിളിച്ചു വരുത്തിയിട്ട് നാളെ മുതൽ നിങ്ങൾ മുനമ്പം നിവാസികളുടെ കരം മേടിക്കണം, ഇത് പറയാനായിട്ടാണോ കേന്ദ്രമന്ത്രി വന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇവിടെ ഒരു നിയമം വന്നിരിക്കുന്നു, നിയമത്തിന് ഭേദഗതി വന്നിരിക്കുന്നു. ആ നിയമത്തിൻ്റെ ഭേദഗതി അനുസരിച്ച് ചട്ടങ്ങൾ വരും. ആ ചട്ടങ്ങൾക്കനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലം അതുമായിട്ടുള്ള ഡിസ്പ്യൂട്ടിൽ ജില്ലാ കളക്ടർക്ക് ഒരു റോളുണ്ട്. ഇന്ന് കിരൺ റിജു കേന്ദ്രമന്ത്രി, നിയമമന്ത്രി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുനമ്പത്തെ മുഴുവൻ സർവേ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും പുനഃപരിശോധിക്കണം. അത് പുനഃപരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ക് ബോണായിട്ട് അല്ലെങ്കിൽ നട്ടല്ലായിട്ടുള്ള അല്ലെങ്കിൽ പിന്തുണ കൊടുത്തുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ ഭേദഗതിയുണ്ട് ഇവിടെ. ഇനി ഇതല്ല, ഇന്നിപ്പോൾ മുനമ്പത്തെ പ്രശ്നം കരമടയ്ക്കുന്ന അല്ല റവന്യൂ അവകാശത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണല്ലോ. ഇവിടെ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്, ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഉണ്ട്. എന്താ സ്റ്റേ എന്ന് പറയുന്നത്? കരമടയ്ക്കുന്നതിന് കരമടയ്ക്കാൻ അവകാശം കൊടുക്കരുത്, അല്ല അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് ഹൈക്കോടതി പോയി ഒരു സ്റ്റേ മേടിച്ചിട്ടുണ്ട്. അവിടെ പോലും റെപ്രസെൻ്റ് ചെയ്യാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ. ഒരു ജുഡീഷ്യൽ കമ്മീഷനുണ്ട് കേരളത്തിൽ, രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷനും പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കി തീരുമാനമാക്കി പ്രസിഡന്റ് ഒപ്പിട്ട് ബില്ലായ, അത് നിയമമായ, ഇനി ചട്ടങ്ങൾ വരാൻ പോകുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മുനമ്പം പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടും. ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ആരുടെ പോർട്ട്ഫോളിയോ? സംസ്ഥാനത്തിൻ്റെ പോർട്ട്ഫോളിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോർട്ട്ഫോളിയാണ്. ഞാനൊരു നിയമവിദഗ്ധനൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് ഈ പറയുന്ന 2-3 വഴിയുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം, നിയമത്തിൽ ഭേദഗതിയാണ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നത്. അതാണ് കിരൺ റിജു പറഞ്ഞിട്ടുള്ളത്, അതാണ് വരാപ്പുഴ ബിഷപ്പിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്, അതാണ് മുനമ്പത്തെ. നിങ്ങൾ ധരിക്കുന്ന പോലെ ക്രിസ്ത്യൻ സമൂഹം മാത്രമൊന്നുമല്ല അവിടെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഈഴവരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതേപോലെ തന്നെ ദളിത് വിഭാഗമുണ്ട്. അവിടെ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നിങ്ങൾ ആരെയൊക്കെ പോയി കാണുന്നു, നിങ്ങൾ ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണോ ശ്രീ ഷാജി രാഘവൻ? ഇവിടെ വഖഫിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളും രാഷ്ട്രീയം കളിക്കുകയാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം മാത്രമല്ല, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പൊളിക്കപ്പെടുന്നത്. താങ്കൾ ഈ പറയുന്ന വഖഫ് ഭേദഗതി ഭേദഗതി ചെയ്തതിലൂടെ ഇനി
അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉത്തരവാദിത്തബോധത്തോടാണ് സ്മൃതി എന്ന് പറയുന്നെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ചരിത്രം അത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ശ്രീ ഷാജി രാഘവൻ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. മുനമ്പത്ത് അടിയന്തര പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരും എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഈ സമരസമിതി. അവിടെയാണ് അവർ പറയുന്നത് അവർക്ക് നിരാശയാണെന്ന്. മുനമ്പത്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ല, മുനമ്പത്ത് ജോസഫ് റോക്കിയിലേക്ക് പോകുന്നു. ഞാനൊന്ന് സമരസമിതിയിലേക്ക് പോയ ശേഷം അരുണിലേക്ക് വരാം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നത് എന്നുള്ളത് മുനമ്പം നിവാസികൾക്കറിയാം. മുനമ്പം സമരസമിതിയെ സംബന്ധിച്ചും അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. അതിൽ ഭിന്നിപ്പുണ്ടാക്കി സമരത്തിലേക്ക് അവരെ തിരിച്ചുവിട്ടതിൽ പിന്നിൽ ഇല്ല അല്ലല്ല, ഞാൻ എന്റെ ഉത്തരവാദിത്വം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീ ഷാജി രാഘവൻ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പാർലമെന്റിൽ പറയുന്നു മുനമ്പത്തിതാ പരിഹാരമെന്ന്, എന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ നിയമവഴിയിലൂടെ പോകുമെന്ന്. താല്പര്യം അല്ലെങ്കിൽ ചാനലിന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കൈവച്ചാൽ മതി. അല്ല, ഇത് ബഹളത്തിലൂടെ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ ഷാജി രാഘവൻ. ഇല്ല, ശ്രീ ഷാജി രാഘവൻ, ഇല്ല, നിങ്ങൾ വഖഫിൽ നിങ്ങൾ പറയുന്നു ഇല്ല ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഏത് വഖഫ് ഭൂമിയും അതല്ലെന്ന് പറയാൻ പുതിയ നിയമ ഭേദഗതി മൂലം കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ കളിക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം. വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട്. വോട്ട് ബാങ്ക് ഒക്കെ ഉണ്ട്. ആ വോട്ട് ബാങ്കാണ് നിങ്ങളും ലക്ഷ്യമിടുന്നത്. ശ്രീ ഷാജി രാഘവൻ, നിങ്ങളും അത് തന്നെയാണല്ലോ ലക്ഷ്യമിടുന്നത്. ഒന്ന് സമരസമിതിയിലേക്ക് പോയിക്കോട്ടെ. ഞങ്ങൾ ഈ രാജ്യത്ത് ഷാജി രാഘവൻ, ദിവസങ്ങളായി ഇവിടെ സമരം ചെയ്യുന്ന സമരസമിതിക്ക് ഈ നന്ദി മോദി പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. ബില്ലാണ് ഇവിടെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. ശരി, ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ പാസ്സാക്കിയ നിയമം ഇവിടെ എല്ലാവരും കണ്ടതാണല്ലോ. JPC എങ്ങനെ പ്രവർത്തിച്ചെന്നും നിങ്ങൾ എങ്ങനെയാണ് അതിൽ ഭൂരിപക്ഷം നേടിയതെന്നൊക്കെ വ്യക്തമായതാണല്ലോ. ഞാൻ ജോസഫ് റോക്കിയിലേക്ക് പോകുന്നു. മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാനാണ്. ജോസഫ് റോക്കി, ഇന്നിപ്പോൾ കിരൺ റിജിജു മുനമ്പത്തെത്തി. അതിനു മുമ്പ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരിക്കുന്നു. മുനമ്പം സമരസമിതിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. ഇതിപ്പോൾ അടിയന്തരമായ ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ അടിയന്തരമായ പരിഹാരം മുനമ്പത്തുണ്ടാകുമെന്നും നിങ്ങൾക്ക് ആ ഭൂമി തിരിച്ചു കിട്ടുമെന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ നിയമവഴിയിലൂടെ പോയിരിക്കുന്നു. അപ്പോൾ നിയമവഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്നാണ് കിരൺ റിജിജു ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മുനമ്പത്തെത്തിയിട്ടും പ്രത്യേകം എന്തെങ്കിലും ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? മാഡം, ഇന്ന് കിരൺ റിജിജു സാർ വന്നിരുന്നു, BJP സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു, ജോർജ് കുര്യൻ വന്നിരുന്നു. ഇന്ന് നടന്ന ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തു തന്നെ ആയാലും കോടതി പോകേണ്ട വന്നാലും ആദ്യം ഫൈറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഇനിയും ഒരു ഭേദഗതിയിലൂടെ ഇത് പരിഹരിക്കും എന്നുള്ളൊരു ഉറപ്പ് പുള്ളി ഇന്നിവിടെ നൽകേണ്ടായിരുന്നു. 615 കുടുംബങ്ങൾ ഇവിടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് 3 വർഷവും 3 മാസവുമായി. ഇത് ഇത്രയും വലിയ ഒരു വിഷയത്തിലോട്ട് പോകേണ്ടതായ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. 2 വർഷവും 7 മാസവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ. ഒരു സമരം ചെയ്യുകയോ ഒരു വാക്കുകൊണ്ടോ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു കാര്യവും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ നിരാഹാരത്തിലേക്ക് തിരിഞ്ഞത്. നിരാഹാരം ഇന്ന് ലോകശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇന്ത്യക്ക് തന്നെ വലിയ മാതൃകയായി ഈ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾ നടത്തുന്ന ഈ സമരം എല്ലാവർക്കും വലിയ മാതൃകയാകുകയും കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല വേൾഡായി ഈ സമരം മാറുകയും ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരികയും ആ ഉറപ്പിൽ രാമേന്ദ്രൻ കമ്മീഷൻ സാറ് ഇവിടെ അഴക്കാമെന്നും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുകയും അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ വഖഫ് സംരക്ഷണ സമിതി അവർ
ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങി. നരേന്ദ്രൻ കമ്മീഷന് പിന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. മാഡം, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു, ഞങ്ങൾ നടത്തിയിരുന്ന ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് TR രവി സാറ് ഞങ്ങൾക്ക് എല്ലാവിധ അവകാശത്തോടു കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് കരടക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തു തന്നപ്പോൾ ഈ വഖഫ് സംരക്ഷണ സമിതി 2023 ഡിസംബർ 27 ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ വാങ്ങുകയും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസും വിധി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 4 വശത്തും ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഒരു ഇറ്റി വെള്ളം പോലെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ കേന്ദ്ര ഗവൺമെൻറ് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ ഉത്സവത്തിമിർപ്പിലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച അത്രത്തോളം വന്നില്ല. കാരണം ഞങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നത് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത് വഖഫല്ല, അത് ഇഷ്ടദാനമാണ്. ഇനി ഒരു ഡിഗ്രി ഉണ്ടെങ്കിലോ ഹൈക്കോടതി വിധി ഉണ്ടെങ്കിലോ പോലും ഇത് വഖഫ് ആവില്ല എന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. എങ്കിലും ഞങ്ങളൊരു വിവാദത്തിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ സമയം ഞങ്ങളുടെ വക്കീലുമാരായിട്ടെല്ലാം കണ്ടു. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ എന്ന് കേന്ദ്രമന്ത്രി വന്നു പോയതിന് ശേഷം ഞങ്ങൾ വക്കീൽമാരായിട്ടെല്ലാം കണ്ട് കൂടുതൽ കാര്യങ്ങളിലോട്ട് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ ഞങ്ങൾ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അത് ചർച്ച ചെയ്ത് വക്കീലായിട്ട് ചർച്ച ചെയ്ത് ഈ വരുന്ന നിയമത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ശ്രീ ജോസഫ് റോക്കി, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ സമരഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഈ നാടിനൊക്കെ അറിയാവുന്നതാണ്. നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്, കഷ്ടപ്പെട്ട് വാങ്ങിയ ഭൂമിയാണ്. ഓരോരുത്തർക്കും ഓരോ കഥ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുമുണ്ട്. നിങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല. പക്ഷേ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട്. ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇനി കൂടുതൽ സാധ്യമാവുക, നിങ്ങൾക്ക് ഈ ട്രൈബ്യൂണൽ റിട്ട് സാധ്യത എന്നുള്ളത് അപ്പീൽ സാധ്യതയായി മാറി എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിയമ പോരാട്ടം തുടരുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ മേൽക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാം. ഇത് കോടതിയിൽ തന്നെയാണ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മുനമ്പത്ത് നിങ്ങൾക്കിതാ ആ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാരും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുതന്നെയാണ് കിരൺ റിജിജു ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയത്. അത് നിങ്ങൾ നിരാശപ്പെടുത്തുന്നുണ്ടോ ജോസഫ് റോക്കി? ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടും എന്നാണ് ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നത്. എങ്കിലും കുറച്ചും കൂടി താമസം വരും. പിന്നെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിനും സമദൂരത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഈ സമരപ്പന്തലിൽ ഒരു രാഷ്ട്രീയവും നടത്താൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത് മതവൽക്കരിക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു മുസ്ലിമിന് പോലും വിഷമുണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരും സംസാരിച്ചിട്ടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടക്കം മുനമ്പമാണ്. ഈ മുനമ്പത്തിൻ്റെ കരച്ചിൽ, സങ്കടം, ഇതിൻ്റെ മാറ്റൊലി, ഈ മാറ്റൊലി ഇന്ന് എത്രത്തോളം വലുതായെന്ന് മേഡത്തിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ചാനലിലെ ചർച്ച ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്. കുറേ മണ്ടത്തരങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി ശ്രുതിയെ ഒന്ന് കേട്ടോളൂ. 50 സേട്ട് കൊടുക്കുമ്പോൾ 50 സേട്ട് ഈ ഭൂമി കൊടുക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സകലവിധ ക്രയവിക്രയത്തോടു കൂടിയാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരു ക്ലോസും കൂടി അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്, ഫറൂഖ് കോളേജ് ഏതെങ്കിലും കാലത്ത് ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഭൂമി അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ആ കാലത്ത് കടലുകയറ്റം വളരെ കൂടുതലായിരുന്നു, സീവാളൊന്നുമില്ല,
ഓരോ ദിവസം മണ്ണ് വെക്കും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേട്ടു മനസ്സിലാക്കിയിട്ട് ഫറൂഖ് കോളേജ് ഇല്ലാത്തൊരു കാലം വരികയും ആ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ ഇത് തിരിച്ച് എൻ്റെ അനന്തരാവകാശിയിലോട്ട് വന്നം എന്ന് പറയുമ്പോൾ മാഡം ഇത് എങ്ങനെ വക്കപ്പാവും? വക്കപ്പ് എന്ന് പറഞ്ഞൊരു പെർമനന്റ് ഡെഡിക്കേഷൻ. നമ്മ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതുപോലെ കൊടുത്തൊരു ഭൂമിയാണ് ഇപ്പൊ സേട്ടുവിന് ഫറൂഖ് കോളേജാണ്. ശ്രീ ജോസഫ് റോക്കി, ഫറൂഖ് കോളേജാണ് ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട്. 50 കൊടുത്ത ഭൂമിയല്ലേ, 54 വക്കഫ് നിയമം വന്നില്ലേ, 3 മാസത്തിനുള്ളിൽ നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് എടുക്കണ്ടേ? 2019 വരെ നിങ്ങൾ എവിടെയായിരുന്നു? വക്കഫ് ബോർഡിലോട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അല്ലല്ലോ ഭൂമി വിറ്റിരിക്കുന്നത്. വക്കപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ മുമ്പായിട്ടാണ് ഈ ഭൂമി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. 40-50 കൊല്ലം ശ്രുതി ഞങ്ങൾ ഈ ഫറൂഖ് കോളേജായിട്ട് ഒരു പിടി കേസ് പറഞ്ഞ കേസെല്ലാം ഞങ്ങൾ തോറ്റു. അന്നെല്ലാം കോടതി പറഞ്ഞത് ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് അടിവരയിട്ട് കോടതി പറഞ്ഞു. 71 ജഡ്ജ്മെൻറ്റിലും 75 ജഡ്ജ്മെൻറ്റിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ 75 ജഡ്ജ്മെൻറ്റിൽ 6 പ്രാവശ്യം പറയുന്നുണ്ട് ഇത് ഗിഫ്റ്റ് ഡീഡാണ്, ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡാണ് എന്ന്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 87 ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിൽക്കാൻ ഫറൂഖ് കോളേജ് കോടതിയിൽ അപേക്ഷ വെച്ചപ്പോൾ ഫറൂഖ് സബ് കോടതി ഇത് ഞങ്ങൾക്ക് കൊടുത്തോളാൻ കോടതിയുടെ ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത്. അല്ലാണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല. ചില ചാനൽ ചർച്ച ആൾക്കാർ വന്നിരിപ്പോൾ പറയുന്നുണ്ട് ഈ അന്ന് സേട്ട് കൊടുത്ത് കടപ്പുറത്ത് കോളേജ് പണിയാനാണെന്ന്. അന്ന് കോളേജ് പോയിട്ട് കടപ്പുറത്ത് മനുഷ്യൻ വരില്ല. അങ്ങനത്തെ അവിടുന്ന് വെള്ളം കയറി ഇപ്പുറത്ത് വരും, ഇപ്പുറത്ത് വെള്ളം കയറി അപ്പുറത്തോട്ട് പോകും. ആ രീതിയിലായിരുന്നു. അപ്പോൾ ഹലോ കേൾക്കാം പൂർത്തിയാക്കോളൂ. ഹലോ കേൾക്കാം ജോസഫ്. അപ്പോൾ അന്ന് അങ്ങനെ ഈ 50 കൊടുത്ത ഈ ഡീഡ് വ്യക്തമായിട്ട് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വക്കഭൂമി അല്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ കമൽ പാഷ സാറാണ്. ഞാൻ കമൽ പാഷ സാറിന് വീട്ടിൽ പോയി, ഞാനും എൻ്റെ കമ്മിറ്റിക്കാരും അദ്ദേഹത്തെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് തിരിച്ചെടുക്കാവുന്ന ഭൂമിയാണ്, ഇതൊരിക്കലും വക്കപ്പാവില്ല. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ സാറ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി മോഹൻ സാറ് ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ട് അയാൾ അടിവരയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് ഇതൊരിക്കലും വക്കഫ് ഭൂമിയല്ല, ഇത് തിരിച്ചെടുക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒന്നും വക്കപ്പല്ല എന്ന് മോഹൻ സാറ് കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും ഗവൺമെൻറ് ഈ ഭൂമി ഞങ്ങൾക്ക് തരാൻ മടിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ അത് പോയതുകൊണ്ടാണല്ലോ, നിയമ പോരാട്ടം വന്നതുകൊണ്ടാണല്ലോ. നമുക്ക് അതിൽ അരുൺകുമാറിനോട് വിശദമായി തന്നെ അതിന് മറുപടി ചോദിക്കാം. ജോസഫ് റോക്കി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്നിപ്പോൾ കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞതല്ല മാധ്യമങ്ങളോട് പറഞ്ഞെന്ന് താങ്കളും കേട്ടതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പരാതികളാണ് തങ്ങൾക്ക് ആദ്യമായി ഉന്നയിക്കാനുള്ളത് എന്നാണ് ഇപ്പോൾ സമരസമിതിയുടെ പ്രതിനിധി പറയുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട സമരസമിതിയുടെ നേതാവ് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം കോട്ട് ചെയ്യുകയും ചെയ്തു. 3 കണ്ടീഷൻ വച്ചുകൊണ്ടാണ് 1950 ഈ പ്രോപ്പർട്ടി കൈമാറിയത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ് ആണ് വഖഫ് പ്രോപ്പർട്ടി. ഇത് വിൽക്കാമെന്നും എലിനേറ്റ് ചെയ്യാമെന്നും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനല്ല ഉപയോഗിച്ചെങ്കിൽ എൻ്റെ ലീഗൽ ഹെയർസിന് അത് തിരിച്ചു കിട്ടും എന്ന രൂപത്തിലുള്ള കണ്ടീഷൻ വയ്ക്കുമ്പോൾ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തന്നെയുണ്ട്. 1954 വഖഫ് നിയമം വന്നു. പക്ഷേ ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 2019 ജനാബ് സയ്യദ് റഷീദ് അലി PM ലീഗിന്റെ നേതാവ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ, അതായത് 65 വർഷങ്ങൾക്ക് ശേഷം, വഖഫ് നിയമം വന്നതിന് ശേഷം 65 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷന് ശേഷം 69 വർഷങ്ങൾക്ക് ശേഷമാണ് അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് വഖഫ് ബോർഡ് കണ്ടെത്തുന്നത്. അതിനുശേഷം അത് ട്രൈബ്യൂണലിൽ പോയി. ആ ട്രൈബ്യൂണലിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ്. ബഹുമാനപ്പെട്ട സമരസമിതി നേതാവ് മനസ്സിലാക്കേണ്ടത്, ഇതിൽ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച് കരമടയ്ക്കാനുള്ള അനുവാദം കൊടുത്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ്.
ആ ഗവൺമെന്റ് അത്തരത്തിൽ അനുവാദം കൊടുത്തതിന് ശേഷം കരമടച്ച് തുടങ്ങിയതാണ്. അതിനെതിരെ റിട്ട് അപ്പീൽ കൊടുത്തതും ആ റിട്ട് അപ്പീലിന്റെ വിധി വന്നതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആരാണ് ഈ കേസിന്റെ പുറകിൽ പോയത്? ഇപ്പോൾ CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പ്രവർത്തനം അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിച്ചത് ആരാണ്? അതിനുശേഷം റിട്ട് അപ്പീൽ ഗവൺമെന്റ് കൊടുത്ത് CNR കമ്മീഷൻ തുടരാമെന്നും കൃത്യമായി മെയ് മാസം 26 മുമ്പ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും തുടർ നടപടി ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ഗവൺമെന്റ് ചെയ്യാവൂ എന്നുള്ളത്. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഗവൺമെന്റ് ഈ വഖഫ് ഈ മുനമ്പം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് കൂടെയാണ് പണം കൊടുത്ത് ഭൂമി വാങ്ങി കരമടച്ച് അത് കൃത്യമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ്. മുഖ്യമന്ത്രി തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞു, അതുപോലെ തന്നെ വൈപ്പിനിലെ MLA പറഞ്ഞു, ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ആ ജനങ്ങൾക്കൊപ്പമാണ്. ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കേസ് എന്ന രൂപത്തിൽ നിയമപരമായിട്ടുള്ള പരാധീനത മൂലം ഗവൺമെന്റിനുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് തരിക. അതിനുശേഷം ഒരു കൺസെൻസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ ഒരു നിലപാടും ഈ ഗവൺമെന്റ് സംവിധാനം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് കരമടയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അരുൺകുമാർ, അത് ഈ പറയുന്ന നിയമ നൂലാമാലകളിൽ പെട്ട് കിടക്കുകയാണ് എന്നുള്ള വസ്തുതയുണ്ട്. പക്ഷേ അവർക്ക് അത് ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണ്? അവരെ അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? ഒരു മിനിറ്റോടെ എൻ്റെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സുഹൃത്തു കൂടിയായ മുഹമ്മദ് ഷാ പറഞ്ഞു, സെക്ഷൻ 97 എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുമായിരുന്നു എന്ന്. എന്നാൽ വഖഫ് ബോർഡിലോ ട്രൈബ്യൂണലിലോ ഒരു തർക്കം പെൻഡിങ് നിൽക്കുമ്പോൾ ഗവൺമെന്റിന് സെക്ഷൻ 97 എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. ആ ട്രൈബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെന്റിന് ഇടപെടാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാൻ കഴിയുക ഒരു കൺസെൻസസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പാകത്തിലുള്ള ഇടപെടൽ നടത്തുക എന്നതാണ്. വഖഫ് ട്രൈബ്യൂണൽ പെൻഡിങ് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് തുടർ നടപടികളുമായിട്ട് പോയത്. ഒരു ഘട്ടത്തിൽ BJP ഈ പ്രശ്നത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങ് വളരെ നിരവധി തവണ BJPയുടെ പ്രതിനിധി ശ്രീ ഷാജി രാഘവനോട് ചോദിച്ചു, ഈ നിയമ ഭേദഗതി കൊണ്ട് ഏതു വകുപ്പ് പ്രകാരമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടുക? പാർലമെന്റിലടക്കം എത്ര തവണയാണ് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഈ മുനമ്പം കോട്ട് ചെയ്തത്? ആ പ്രസംഗത്തിന്റെ ഇടയിൽ സിനിമാ സ്റ്റൈലിൽ സാക്ഷാൽ സുരേഷ് ഗോപി എത്ര വെല്ലുവിളികളാണ് നടത്തിയത്? കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കന്മാർ നിരവധി, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ ഈ മുനമ്പത്ത് വന്നപ്പോൾ ചെയ്തത് 50 അവിടുത്തെ കുടുംബവാസികളെ BJPയിൽ ചേർത്ത് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നതാണ്. പച്ചയായ രാഷ്ട്രീയ കളി അവർ തുടർന്നു. ഇപ്പോഴും BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു, ഈ ഭേദഗതി നിയമത്തിലെ ഏതു വകുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്? ഇന്ന് എന്താ മന്ത്രി പറഞ്ഞത്? ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, അതിന് ഈ നിയമ ഭേദഗതി വേണ്ടല്ലോ. ഇവിടെ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വഖഫ് ട്രൈബ്യൂണലിൽ പോകാം. ആ ട്രൈബ്യൂണലിന്റെ തീരുമാനം അത് അന്തിമം. പക്ഷെ എന്നിരുന്നാലും ഭരണഘടനാ റൈറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ നിലവിലുണ്ടായിരുന്ന നിയമം മൂലം സാധിക്കും. ഈ നിയമ ഭേദഗതി വന്നപ്പോഴോ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നാൽ അതിന്റെ അപ്പീൽ എന്ന രൂപത്തിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാം. ഇത്തരത്തിൽ ബോർഡ്, ട്രൈബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ പോകുന്നതിന് ഇത്തരത്തിലൊരു ഭേദഗതിയുടെ ആവശ്യം ഈ രാജ്യത്തുണ്ടായിരുന്നോ? നിങ്ങൾ എന്താ പറയുന്നത്? കോടതി വഴി പുനഃസ്ഥാപിക്കണം. അത് വഖഫ് അവിടുത്തെ ജനങ്ങൾക്കറിയാം. മുനമ്പത്തെ ജനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം, നിയമപരമായ പോരാട്ടം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം അവർക്ക് പിന്തുണയും കൊടുത്തിട്ടുണ്ട്, അവരുടെ ഒപ്പം തന്നെയാണ്. പിന്നെ നിയമപരമായ പോരാട്ടം നടത്താൻ എന്തിനാണ് ഒരു നിയമ ഭേദഗതി? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സെക്ഷൻ 2A. എന്ത് 2A കൊണ്ട് എന്താണ് ഗുണം? ഇതിന് പൂർവ്വകാല പ്രഭാവമില്ല, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഈ നിയമത്തിനില്ല എന്ന് വന്നതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു 0.1% പോലും ഈ നിയമ ഭേദഗതി കൊണ്ട് ഗുണം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭേദഗതി കൊണ്ട് എന്താണ് ഗുണമെന്നറിയാൻ ഇനി അഡ്വക്കേറ്റിനെ വെച്ച് അന്വേഷിച്ച് ഈ എന്താണ് ഭേദഗതി ഗുണമെന്ന് പരിശോധിക്കാൻ പോവുകയാണെന്ന്. ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയും പരിവാരങ്ങളും വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമാകുന്നതല്ല. ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. അവരുടെ മര്യാദ കൊണ്ട് അവർ കൂടുതൽ കടുത്ത വാക്കുകളിലേക്ക് പോകുന്നില്ല. അങ്ങേയറ്റം നിരാശയിൽ നിന്നാണ് പ്രതികരണം, ജോസഫ് റോക്കിയുടെ പ്രതികരണം. ഒരു ക്ലാരിഫിക്കേഷൻ സ്മൃതി, ഒരു ക്ലാരിഫിക്കേഷനോട് പോകണം. ഇപ്പൊ മിസ്റ്റർ ജോസഫ് റോക്കി പറഞ്ഞു ഇനിയും ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കും എന്നുവരെ ഇന്ന് മന്ത്രി ഉറപ്പ് നൽകി എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം.
അതായത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് രാജ്യസഭ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി ഇപ്പൊ റൂൾ നിർമ്മിക്കാൻ പോവാ, ചട്ടം നിർമ്മിക്കാൻ പോണു. ഈ നിയമം കൊണ്ട് ഒന്നും ബോധ്യമാവില്ല, ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല, മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലെന്ന് വന്നപ്പോൾ ഇനിയും ഒരു നിയമ ഭേദഗതി എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരത്തിലൊരു മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവിടെ കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വരുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയിരുത്തി അവിടുത്തെ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ബോണഫൈഡ് പർച്ചേസർ, സത്യസന്ധമായി ഭൂമി വാങ്ങിച്ച ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള നികുതി അടച്ച് ആ ഭൂമിയും സ്ഥലവും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. അതിന് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതിനുള്ള അനുവാദമാണ് ഡിവിഷൻ ബെഞ്ച് തന്നിരിക്കുന്നത്. കോടതി വെക്കേഷൻ കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദത്തോടെ തുടർ നടപടികളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. BJPയുടെ രാഷ്ട്രീയ കക്ഷി ലക്ഷ്യത്തോടുള്ള ഇടപെടലിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ നേരിടും, ഒരു സംശയം വേണ്ട അതിൽ. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, മുനമ്പം ജനതയെ വഞ്ചിച്ചത് സംസ്ഥാന സർക്കാരും സർക്കാരിന് കീഴിലെ വഖഫ് ബോർഡുമാണ്. വഖഫ് ബിൽ പാസ്സായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന UDF നിലപാട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശരിവെച്ചു. ഇതാണ് ആദ്യ വരി. രണ്ടാമത്തെ വരിയായി പറയുന്നത് മുനമ്പം ജനതയെ വഞ്ചിച്ചത് സംസ്ഥാന സർക്കാരും സർക്കാരിന് കീഴിലെ വഖഫ് ബോർഡും എന്നാണ്. UDFന്റെ നിലപാടാണ് ശരിയെന്ന് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ച മന്ത്രിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു. മാത്രമല്ല മുനമ്പത്തെ സംബന്ധിച്ച് ഒരിക്കലും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറന്നിടുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ. അത്രയുമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ട്രൈബ്യൂണലിനെതിരെ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയത് മുനമ്പം നിവാസികളോടുള്ള വഞ്ചനയാണ്. ഇതടക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനുള്ള മറുപടി അരുൺകുമാർ. ഒറ്റ കാര്യം, ഇത് 1950 നടന്ന ട്രാൻസ്ഫർ, 1954 വഖഫ് നിയമം വന്നു. അത് 65 വർഷങ്ങൾക്ക് ശേഷം വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി പ്രഖ്യാപിച്ച 5 അംഗ ബോർഡിന് നേതൃത്വം കൊടുത്തത് ജനാബ് സയ്യിദ് റഷീദ് അലി PM എന്ന ചെയർമാൻ, ലീഗിന്റെ നേതാവ്, MC മായിൻ ഹാജി, PV സൈനുദ്ദീൻ, ആ ലീഗിന്റെ നേതാക്കന്മാർ വഖഫ് ബോർഡിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ് അത് വഖഫ് പ്രോപ്പർട്ടിയായി കണ്ടെത്തിയത്. അതുമാത്രമല്ല, ഈ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവാദം കൊടുത്തപ്പോൾ KPA മജീദ്, ലീഗിന്റെ നേതാവ്, UDFന്റെ നേതാവാണ്, നിയമസഭയിൽ അതിനെതിരെ പ്രമേയം കൊണ്ടുവന്ന് ആ നികുതി അടയ്ക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഗവൺമെന്റ് തീരുമാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ ഈ വഖഫ് സമരസമിതി എന്ന രൂപത്തിൽ നിയമ പോരാട്ടം നടത്തുന്നവർ ആരൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഭൂമി മറച്ചു വിൽക്കാൻ പല ഘട്ടത്തിൽ ശ്രമിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ്മാർ ആരൊക്കെയാണ് എന്നൊക്കെ പരിശോധിച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് സത്യം കൃത്യമായിട്ട് അറിയാം. ഇവിടെ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം, ആ ശ്രമവും അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, തിരിച്ചറിയും. BJPയും കോൺഗ്രസും നഗ്നമായിട്ടുള്ള രാഷ്ട്രീയ കളിയാണ് ഇതിൽ കളിക്കുന്നത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന നടത്തിയാലും ആരാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ചത്, ആരാണ് നികുതി അടച്ചതിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്, ആരാണ് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണെന്ന് വൈപ്പിനിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ശരി, ഇനി അറിയേണ്ടത് നാളത്തെ ലീഗിന്റെ മഹാറാലിയെ കുറിച്ചാണ്. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകും, മുഹമ്മദ് ഷായിലേക്ക് പോകും. വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് ലീഗ് നാളെ പോകുന്നു എന്നാണ് ലീഗ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ലീഗിന്റെ ഹർജിയും നാളെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നാളെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുന്ന ദിവസം. വഖഫിലെ മാറ്റം ഭൂമിക്കൊള്ള അവസാനിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പ്രതികരിച്ചത്. അംബേദ്കർ ജയന്തിയിൽ ഹിസാറിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് സൈക്കിൾ പഞ്ചർ ഒട്ടിക്കേണ്ടി ജീവിക്കേണ്ടി വന്നത് ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമിക്കൊള്ള കാരണമാണ് എന്നാണ്. ഇതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം ഇപ്പോൾ പറയാം. തീർച്ചയായിട്ടും ഞാൻ ഇതിനോടൊക്കെ പ്രതികരിക്കാം. തൊട്ട് മുമ്പ് ഒരു അരമിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. ഞങ്ങളുടെ ഈ വക്കീലന്മാർ തമ്മിൽ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് എന്നൊരു സാധനമുണ്ട്. ഈ മെറ്റീരിയൽ ഫാക്ട്സ് അങ്ങ് സപ്രസ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു, ആ ചോദിച്ച ചോദ്യത്തിന് അത് വളരെ സ്പെസിഫിക് ആയിരുന്നു. ഇപ്പോൾ വഖഫ് ബോർഡ്, അതായത് ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ വരുന്ന മാസം 19-ാം തീയതി വരെ ട്രൈബ്യൂണലായിട്ട് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം പിന്നെ പുതിയ ട്രൈബ്യൂണൽ വരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് വഖഫ് ബോർഡ് പോയി ഇപ്പോൾ ട്രൈബ്യൂണലിലെ വിധി വരുന്നതിനെ പോയി സ്റ്റേ ചെയ്തു. അത് 26-ാം തീയതി വരെ സ്റ്റേ ചെയ്ത് വെച്ചു. അതായത് വഖഫ് ഈ ട്രൈബ്യൂണൽ മാറുന്നതിന് ശേഷമുള്ള ഡേറ്റിലേക്ക് സ്റ്റേ ചെയ്ത് വെച്ചു. അതെന്തുകൊണ്ടാണ്? അതായത് ഇവർക്ക് വേണ്ടി മാത്രം പോരാട്ടം നടത്തുന്ന MC മോഹനനും മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാര് പറഞ്ഞിട്ടാണ്
ഒക്കെ ബോർഡ് പോയത്. ഇനി സെക്ഷൻ 97 അധികാരം ബോർഡിന് പിന്നെ ഗവൺമെൻറ് ഉണ്ട് എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് വീണ്ടും പറയുന്നു. ഏത് ട്രൈബ്യൂണലിൽ കേസ് ഉണ്ടെങ്കിലും ബോർഡിന് മേലുള്ള അധികാരത്തിൽ ഒരു 97 ഇഷ്യൂ ചെയ്താൽ ബോർഡ് ഇഷ്യൂ ചെയ്ത കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ബോർഡിന് സാധിക്കും. അത് മാറ്റിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണലിലെ കേസ് ഇൻഫ്രാക്ചേഴ്സ് ആവും. വളരെ സിമ്പിളാണ്. ഇതൊക്കെ അരുൺ അറിയത്തില്ലാത്തൊന്നുമില്ല, അരുൺ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് മറുപടി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നത്? നിങ്ങളെന്താ 3 ആഴ്ച ഇപ്പം കിരൺ റിജ്ജു ചോദിച്ചിട്ടുണ്ട്. കിരൺ റിജ്ജുവിൻ്റെ 3 ആഴ്ചയ്ക്ക് സമയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ സ്റ്റേ മേടിച്ചു കൊടുത്തിരിക്കുന്നത്? അതിന് മുമ്പ് തീരരുത്. കിരൺ റിജ്ജുവിനെ കൊണ്ട് തീർപ്പിക്കാൻ വേണ്ടിയാ നിങ്ങളിപ്പോൾ സമയം മേടിച്ചു കൊടുക്കുന്നത്? ഇതുവരെ ചെയ്ത പണികൾ ഇങ്ങനെയൊക്കെയല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ വിഷയം ഇതിലേക്ക് 2019 ഒരു ഓർഡറിലേക്ക് വഖഫ് ബോർഡിന് വേണ്ടി വന്നു. വഖഫ് ബോർഡ് 97 വഖഫ് ബോർഡിൻ്റെ പേര് മൈറ്റിങ്ങാണ്. ഗവൺമെൻറ് പറഞ്ഞാൽ വഖഫ് ബോർഡ് ചെയ്തേ മതിയാവും. എങ്ങനെയാണ് ഗവൺമെൻറ് പറഞ്ഞ്? 2008 ഒരു പാർട്ടി സഖാവായിരുന്ന, ഇലക്ഷന് മത്സരിച്ചിട്ട് പാർട്ടി സഖാവായിരുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, നിസാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് 2010 മെയ് മാസത്തിൽ ക്യാബിനറ്റിൽ പിന്നെ VS അച്യുതാനന്ദൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. തിരിച്ചു പിടിക്കാൻ അന്നത്തെ VS സർക്കാർ ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം അത് നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ 2016 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബോർഡിന് ഡയറക്ഷൻ കൊടുത്തു. അത് കംപ്ലൈ ചെയ്യാത്തതിൻ്റെ പേരിൽ 2019 കണ്ടംപ്റ്റ് വന്നു. കണ്ടംപ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇട്ടിരിക്കുന്ന ഒരു ഓർഡർ മാത്രമായി വന്നു. അതിനുശേഷം TK ഹംസ വന്നതിന് ശേഷമാണ് നോട്ടീസ് കൊടുത്ത് തിരിച്ചു പിടിക്കാൻ പോയത്. ഇത്രയും സപ്രഷനായിരുന്നു. ഇത്രയും കാര്യം അങ്ങ് മറച്ചു വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര എൻ്റെ കുഞ്ഞാടി വേണ്ട. റീസെൻ്റായിട്ട് ഇപ്പോൾ ചെയ്ത കാര്യത്തിൻ്റെ കാരണം ഒന്ന് പറയും. ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ചെയ്തത്? അതോ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടാണോ ചെയ്തത്? ഈ വിഷയം ഒരു കൺസെൻസസിൽ പോലും ട്രൈബ്യൂണലിൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തീർക്കാമായിരുന്നില്ലേ? അതിനെന്താ നിങ്ങൾ ശ്രമിക്കാതെ? പിന്നെ ആരുടെ കണ്ടിട്ടാണ് നിങ്ങൾ? കാര്യത്തിലേക്ക് വരാം. ഞാൻ ഷാജി രാഘവനിലേക്ക് വരാം കേട്ടോ. ഒന്ന് അരുണിന്റെ മറുപടി എടുത്ത ശേഷം അരുൺ. ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത് എന്തിനാണ്? ജുഡീഷ്യൽ കമ്മീഷന്റെ പവർ എന്താണ്? ആ റിപ്പോർട്ടിന്റെ മേൽ ഗവൺമെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നും അറിയില്ലാത്ത ആളല്ലല്ലോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഇവിടെ നിസാർ കമ്മിറ്റിയെ വച്ചത് വഖഫ് പ്രോപ്പർട്ടി മുഴുവൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഇടമായിരുന്നു മുനമ്പ്. ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് ഒറ്റ മിനിറ്റ് ഇവിടെ 2019 നിങ്ങളുടെ നേതാവ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആകുമ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് അംഗീകരിച്ച പ്രൊസീഡിങ്സ് ആരംഭിച്ചത് EP നമ്പർ 685/2008 ആണ്. അതായത് 2008 മുതൽ ആരംഭിച്ച 11 വർഷത്തെ പ്രൊസീഡിങ്സിന്റെ ഭാഗമായി 2019 ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, മുനമ്പത്തെ പ്രോപ്പർട്ടി എന്ന് കണ്ടെത്തി. പക്ഷേ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഈ പ്രൊസീഡിങ്സ് ആരംഭിച്ചതിന് ശേഷം ഒന്നാമത്തെ തെറ്റിദ്ധരിക്കൽ. താങ്കൾ കേൾക്കൂ. ഇവിടെ ബെച്ചു കുര്യൻ തോമസിന്റെ ജഡ്ജ്മെന്റ് ആണല്ലോ ആദ്യം വന്നത്. ആ ജഡ്ജ്മെന്റിൽ തുടരായി ഈ കമ്മീഷന് തുടരാമെന്ന് മാത്രമാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ആ ഉത്തരവിന്റെ 18-ാം പേജിൽ 30-ാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വാചകം ഇവിടെ ബോർഡിലോ ട്രൈബ്യൂണലോ പെൻഡിംഗ് നിൽക്കുമ്പോൾ സെക്ഷൻ 97 ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഒരു മിനിറ്റ് 2 മിനിറ്റ്. ഇപ്പൊ അവസാനം പോയി ബോർഡ് പോയി സ്റ്റേ മേടിച്ച് അതിന് ഗവൺമെന്റിന്റെ തലയിൽ വയ്ക്കുന്ന നിങ്ങളുടെ ഈ ആരോപണം ഉണ്ടല്ലോ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ക്ലാരിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആരാണ് ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തിയത്? ആരാണ് നികുതി അടച്ചതിനെതിരെ ഹൈക്കോടതി ഇവിടെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്? ആരാണ് സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഈ കേസുകൾ കൊണ്ടുപോയി നടക്കുന്നത്? ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. എല്ലാവരുടെയും മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ട് പ്രസ്താവന കൊടുക്കുമ്പോൾ ശ്രീ VD സതീശനും ലീഗിന്റെ നേതാക്കന്മാരും മറ്റു തരത്തിൽ പ്രസ്താവന കൊടുക്കും. പകലും രാത്രിയും വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കും. അത് ഗുണം ചെയ്യുക BJPക്കാണ്. ആ BJPയുടെ നിലപാടിനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് ഗവൺമെന്റിനെ ആക്രമിക്കാൻ വേണ്ടി BJP നിലപാടിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയ കക്ഷിയാണല്ലോ ശ്രീ ഷാജി രാഘവൻ. ഇപ്പോൾ ഈ സമരസമിതിയുടെ പ്രതിനിധി പറഞ്ഞതിനോടാണ് താങ്കളുടെ പ്രതികരണം കേൾക്കേണ്ടത്. വൈകാരികമായി ആ വിഷമം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ പ്രതികരണമല്ല. അതിനുള്ള മറുപടി നിങ്ങൾ നിരാശപ്പെടുത്തി കളഞ്ഞു ശ്രീ ഷാജി രാഘവൻ. അതിലേക്ക് വരെ ഞാൻ ശ്രുതി. അതിനു മുമ്പ് കേരളത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതിയിലെ ഒരു പ്രധാനപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. കാരണം തളിപ്പറമ്പിലെ ഒരു സർ സയ്യിദ് കോളേജിൻ്റെ ഭൂമി അത് വഖഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഒരു വാദമുഖം ഉന്നയിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ വാദം തെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കള്ളം പറയാമോ? ഇത് വളരെ കൃത്യമായി പബ്ലിക് ഡൊമൈനിലില്ലേ? പബ്ലിക് ഡൊമൈനിലില്ലേ? നരേന്ദ്രമോദി അല്ല, ഇങ്ങനെ ഒരു വാദം
അല്ല, അല്ല, അല്ല. സർ കോളേജ് എന്നാ കേസ് കൊടുത്തത്? താങ്കൾ ക്ലാരിഫൈ വരുത്തൂ. മുസ്ലിം ലീഗ് നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളാൽ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന സർ സയ്യിദ് കോളേജിന്റെ ഭൂമി അത് വഖഫ് രജിസ്റ്റർ ചെയ്തതിനെതിരെ അവരിപ്പോ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ലേ? വഖഫ് ചെയ്ത നടപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, താങ്കൾ എന്നാൽ ക്ലാരിഫൈ ചെയ്യുന്നേ. ഇല്ല, തെറ്റാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളാൽ നടത്തപ്പെടുന്ന കോളേജ് മാനേജ്മെന്റ് കോളേജ് കേസ് കൊടുത്തിരിക്കുന്നത് ബില്ലിന് മുമ്പാണ്. മുസ്ലിം ലീഗ് നേതാക്കളാൽ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന കോളേജിന്റെ ഭൂമിയെ സംബന്ധിച്ച് ആ നേതാക്കൾ മാനേജ്മെന്റ് മറുപടിയല്ലേ അദ്ദേഹം പറയുന്നു? കേൾക്കൂ, ഞാൻ മറുപടി പറയാം. പറഞ്ഞോളൂ. 22 ഏക്കർ സ്ഥലം വഖഫ് ലീസ് കൊടുത്ത്, പെർമിഷൻ കൊടുത്ത് 1967 കൊടുത്ത ലീസിലാണ് സർ സയ്യിദ് കോളേജ് പണി ചെയ്തതെന്നാണ് സർ സയ്യിദ് കോളേജിന്റെ വാദം. അതിനുശേഷം എക്സസ് ആയ ചില ഭൂമികൾ കൈവശമുണ്ട് എന്ന് വാദം ഉന്നയിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വഖഫ് ചെയ്ത് ലീസ് തന്ന ഭൂമിയല്ല, മറ്റൊരു ഭൂമിയാണ്, അതിൽ ഞങ്ങൾക്ക് വേറെ അവകാശമുണ്ടെന്ന് പറഞ്ഞത്. വഖഫ് ഭൂമിയിൽ അവകാശമുണ്ടെന്നല്ല അവർ പറഞ്ഞത്. സാർ, ഇത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ അതിനകത്ത് ഏക്കറേജോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. വഖഫ് ഭൂമി അല്ലെന്ന് അവർ പറഞ്ഞില്ല. എന്തുകൊണ്ട് 4 ദിവസം മുമ്പ് അല്ല, എന്തുകൊണ്ട് 4 ദിവസം മുമ്പ് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഈ വാദവുമായി മുനമ്പത്തേക്ക് വരൂ. മുനമ്പം ഇങ്ങനെ ഊന്നി പറഞ്ഞത് അങ്ങ് പരിഹരിക്കുമെന്ന മട്ടിലാണല്ലോ പാർലമെന്റിലും പറഞ്ഞത് പല ഘട്ടങ്ങളിൽ. അപ്പോൾ പാർലമെന്റിൽ കളവ് പറഞ്ഞു എന്ന തോന്നൽ ആണ് ഇവിടെ പൊതുവെ ഉണ്ടാകുന്നത്. കാരണം ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇവിടെ നിയമ പോരാട്ടം വേണ്ടി വരുമെന്നാണല്ലോ. ഞാൻ വരാം. ഓക്കെ, ഞാൻ വരാം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മളതെല്ലാം ഏറ്റുപിടിച്ചിരിക്കുന്ന ഇപ്പോൾ അതാണല്ലോ. അതെന്താണ്? ഒരു ബില്ല് പാർലമെൻറ്റിൽ പാസ്സായതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടില്ല, അതിന് ചില നിയമ നടപടികളൂടെ വേണ്ടി വരും. എൻ്റെ ഈ ചാനലിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ 2 പേരും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികൾ, അവർ അഡ്വക്കേറ്റ്സാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ നിയമവശം. കാരണം മുനമ്പം സംബന്ധിച്ചുള്ള വിഷയം ഒരു സെറ്റിൽഡ് കേസല്ല, അതിൻ്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് സെറ്റിലായിട്ടില്ല. കേന്ദ്ര പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സായാൽ ആ ബില്ല് പാസ്സാകുന്നത് വഴി ഈ പറയുന്ന വഖഫ് ട്രിബ്യൂണലിൻ്റെ നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അതല്ലേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന വഖഫ് ട്രിബ്യൂണലിൽ ഇനി വരാൻ പോകുന്ന ദിവസം മുനമ്പത്തിനെതിരായ ഒരു വിധി വന്നാൽ കൂടിയും അവർക്ക് എന്തിനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു? അതുകൊണ്ടാണ് വഖഫ് സമരസമിതിയുടെ നേതാവായിട്ടുള്ള ആന്റണി അച്ഛൻ പറഞ്ഞത് ചരിത്ര സംഭവമാണെന്ന് പറഞ്ഞത്. കാരണം മുനമ്പം നിവാസികൾക്ക് ഈ ട്രിബ്യൂണൽ വിധി എതിരായാൽ കൂടിയും അവർക്ക് കോടതിയിൽ പോവാം, ഹൈക്കോടതിയിൽ പോവാം, സുപ്രീം കോടതിയിൽ പോവാം. കഴിഞ്ഞ ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ട്രിബ്യൂണൽ നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആണോ? നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആണോ പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സായാൽ? അല്ലല്ലോ. സ്വാഭാവികമായും ആ നടപടിക്രമങ്ങൾ നടക്കും. ആ നടപടിക്രമങ്ങൾ നടന്നാൽ ഈ മുനമ്പം നിവാസികൾക്കെതിരായ ഒരു വിധി വന്നാൽ നിലവിൽ രാജ്യത്ത് 2 മുന്നണികളും സംയുക്തമായി നിയമസഭയെ പാർലമെന്റ് പാസ്സാക്കി സംരക്ഷിക്കാൻ ശ്രമിച്ച വഖഫ് ബില്ലുണ്ടല്ലോ, വഖഫ് നിയമം, അതനുസരിച്ച് ഈ പാവപ്പെട്ടവർക്ക് കോടതി പോകാൻ സാധിക്കില്ലായിരുന്നു. നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ അമെന്റ്മെന്റ്, ആ അമെന്റ്മെന്റ് അനുസരിച്ച് ഞാനൊന്ന് ശുദ്ധ നുണ പറഞ്ഞു. അല്ല, അത് എന്ത് വിധിയായാലും ഈ പാവപ്പെട്ടവർക്കെതിരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെ പെട്ടെന്നൊരു പരിഹാരം കൊണ്ടുവരുന്നില്ല. യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് റിജു ഒന്ന് ലീഗൽ അഡ്വൈസ് കൊടുക്കേണ്ട കാര്യം അത് പറയാൻ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കി. നിങ്ങൾ ഒന്നുകിൽ നിയമത്തെ അറിയുന്നവർ നിയമത്തെ വളച്ചൊടിക്കരുത്. നിയമ സംവിധാനം ഈ രാജ്യത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വിഷയത്തെ സെറ്റിൽഡ് ആവാത്ത ഒരു കേസ് അത് നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തീരാത്തിടത്തോളം ഏതെങ്കിലും നിയമം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയാൽ ഈ നടപടിക്രമങ്ങൾ ഇൻവാലിഡ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഉണ്ടായ ഗുണമെന്താ? ഏതെങ്കിലും കാരണവശാൽ ഈ ട്രിബ്യൂണൽ മാത്രമല്ല,
ഈ ട്രിബ്യൂണൽ മാത്രമല്ല, ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു സ്റ്റേ ഉണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് ആ സ്റ്റേക്കെതിരെ എന്താ പോകാത്തത്? ഈ പാവപ്പെട്ടവർക്ക് കരമടയ്ക്കാനുള്ള സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈക്കോടതിയാണ്, വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുൻ PSC ചെയർമാനാണ്. അദ്ദേഹമാണ് ഹൈക്കോടതി പോയിട്ട് ഈ പാവങ്ങൾക്കെതിരെ സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്റ്റേക്കെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതി പോകുമ്പോൾ സംസ്ഥാന ഹൈക്കോടതി പോയാൽ ആ ഹൈക്കോടതി ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ഈ ഹൈക്കോടതി വിധി ഈ പാവങ്ങൾക്കെതിരായാൽ അവർക്ക് മേൽക്കോടതിയിൽ പോകാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? പുതിയ അമെന്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ. ഇതുകൊണ്ടാണ് വഖഫിലെ ഇതുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്, ചരിത്രപരമായിട്ടുള്ള നിലപാടാണ് എന്ന് മുനമ്പത്തെ സമരസമിതി നേതാക്കൾ പോലും പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് അവരത് നേടിയെടുത്തോളും. ഇവിടെ കൺസെൻസസ് ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ ഈ നിയമ ഭേദഗതിക്ക് മുമ്പ് പതിറ്റാണ്ടുകളായിട്ട് ഈ രണ്ട് മുന്നണികളും നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അവഗണിച്ച ചതിച്ച പതിറ്റാണ്ടുകളായിരുന്ന രണ്ട് മുന്നണികൾ ചതിച്ചവരല്ലേ മുൻപത്തുള്ളത്? പ്രശ്ന പരിഹാരത്തോടെ എടുക്കുമ്പോൾ പിടിച്ചതെന്ന് പറയുന്ന ഒരു സാമാന്യ അതായത് സ്മൃതി ഇവിടെ അവസാനം പറയുന്നത് ആരും കേൾപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. ഒന്ന്, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല, അത് മുൻകാല പ്രഭാവം ഇല്ല എന്ന് മന്ത്രി സമ്മതിച്ചു. BJP പ്രതിനിധി സമ്മതിച്ചിരിക്കുന്നു, മുൻകാല പ്രഭാവം ഇല്ല. രണ്ട്, ഇവിടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് കേന്ദ്രമന്ത്രിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ ഞാൻ അരുൺകുമാറെ, നിങ്ങൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ ഞാൻ ഇടപെടും. ഒരിടത്തും മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. സെക്ഷൻ 2A അനുസരിച്ച് മുൻകാല പ്രാബല്യം കൃത്യമായിട്ടുണ്ട്. ഈ നിയമം വരുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഈ നിയമം ബാധകമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെയാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഭൂമി കൊടുത്തതും വാങ്ങിയതും ട്രസ്റ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. BJP പ്രതിനിധിയുടെയും കേന്ദ്രമന്ത്രിയുടെയും വായിൽ തരിക നിങ്ങൾ ശ്രമിക്കണ്ട, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒറ്റ മിനിറ്റ്. ഇവിടെ ഹൈക്കോടതിയിൽ പോകാനോ സുപ്രീം കോടതിയിൽ പോകാനോ നിലവിലെ വഖഫ് നിയമത്തിൽ ഒരു ഭാരമില്ല. അത് 226 അനുസരിച്ചും ആർട്ടിക്കിൾ 32 അനുസരിച്ചും റിട്ട് ജൂറിസ്ഡിക്ഷനായി പോകണം. അത് ഇപ്പോൾ വീണ്ടും അപ്പീലായി പോകാം. എന്തായാലും ഈ പട്ടിണി പാവങ്ങൾ പതിറ്റാണ്ടുകൾ കോടതി കയറി നടക്കണമെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ഈ നിയമ ഭേദഗതിയിലൂടെ ഒരു കോടതിയിലും പോകാതെ പരിഹാരമായിരിക്കുന്നു. ഇതാ ഞങ്ങളുടെ പ്രശ്നപരിഹാരകൻ ഇതാ വന്നിരിക്കുന്നു എന്ന പ്രതീക്ഷാസ്ഥാനത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്. ഇനിയും 3 ആഴ്ച കൂടി കാത്ത ശേഷം കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അവരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും തങ്ങൾ ഇക്കാര്യത്തിൽ സഖ്യത്തിനില്ല. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അന്തിമമായി വേണ്ടത് എന്നുള്ളതാണ്. അത് ചർച്ചകളിലൂടെ എങ്ങനെ പരിഹരിക്കും, അതിനാരും മുൻകൈയെടുക്കുമെന്നുള്ളതാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വളരെ നന്ദി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ ഷാജി രാഘവൻ, ജോസഫ് റോക്കി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.